എൻ്റെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരുന്നതായിരിക്കും. ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രാബിൻ്റെ കറീൻ്റെ വീഡിയോ ആണ്. ക്രാബും വറ്റിച്ചതെന്ന് വേണമെങ്കിൽ പറയാം, മുളകിട്ടതോ അല്ലെങ്കിൽ വറ്റിച്ചതോ അങ്ങനെ വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇതിപ്പോൾ നമ്മൾ അധികം മീൻ കറി ഉണ്ടാക്കുമ്പോൾ ചില ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടാവും, കൊഴുപ്പ് കിട്ടുന്നില്ല എന്നുള്ളത് കറിക്ക്. ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തളിച്ച് വന്ന് മീനിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല വെള്ളം പോലെ ഇരിക്കും മീൻ കറി. അപ്പോൾ അത് അത്ര ടേസ്റ്റി ആയിട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് വെള്ളം പോലെ ഉണ്ടാവാതെ കുറച്ച് ടൈറ്റായിട്ട് ഉണ്ടാവാനുള്ള ഒരു ടിപ്പും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ടിക്കുള്ള കൊഴുപ്പുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ക്രാബ് കറി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഞണ്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ രണ്ട് കാലില്ലേ, അത് പൊട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് കേട്ടോ. അത് കൈ കൊണ്ട് തന്നെ ഇതിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ആദ്യം അത് പൊട്ടിച്ചു കൊടുക്കുക. എല്ലാ കാലും എടുത്ത് പൊട്ടിച്ചു കൊടുക്കുക. കാല് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കട്ട് ചെയ്യാതെ ഇടാം. പക്ഷെ ഞാനത് ആ ഒരു അറ്റത്തുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ഒരു ഇതില്ലേ. കാരണം എന്താ പറയുക, ഇത് അധികം അതിൽ ഇറച്ചിയൊന്നും ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. വേണമെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം. നമ്മൾ കറിയിൽ പിന്നെ ഉപയോഗിക്കുമ്പോൾ അത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഞാനത് അധികം ഒഴിവാക്കാറാണ് കേട്ടോ പതിവ്. അതേപോലെ ഈ ഒരു സാധനമില്ലേ, ഈ ഒരു വലിയ കാലിന് കുറച്ചും കൂടി വലുതായിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ചിറകും കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ നന്നായി കിട്ടും. അപ്പോൾ ഇതിൻ്റെതും ഞാൻ ഇതേപോലെ ഈ ഒരു അറ്റം മാത്രം, അപ്പോൾ ഇതിൻ്റെയും ഇതേപോലെ ഈ ഒരു അറ്റം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ പേടിയാവുക. കാരണം എന്താ പറയുക, ക്യാമറയിലേക്ക് തെറിച്ചു പോകുമെന്നുള്ളൊരു പേടിയുണ്ട്, പെട്ടെന്ന് അങ്ങനെ തെറിച്ചു പോവേ. അപ്പോൾ ഇതും കൂടി ചെയ്യണം. ഇനി ഇത് വേണമെങ്കിൽ 2 കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്യാം. അതേപോലെ ഈ കാലൊക്കെ വേണമെങ്കിലും 2 കഷ്ണമാക്കാം. ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അതൊക്കെ പെട്ടെന്ന് വന്ന് കിട്ടിക്കോളും. ഇനി ഇതിൻ്റെ ഈ ഭാഗം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത് ഇത് ജസ്റ്റ് റെക്കോർഡിങ് നിന്ന് പോയിട്ടു. ഞാൻ ആദ്യത്തേത് കാണിച്ചപ്പോൾ അടുത്തത് ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ കാല് തിരിച്ചെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് വലിയ ഞണ്ടാണ്. ആ കാല് പെട്ടെന്ന് തന്നെ വരും. എത്ര വലുതാണെങ്കിലും ആ വലിപ്പം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാലൊക്കെ എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ക്ലീൻ ആക്കിയതൊക്കെ ആ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് ചെറുതായതുകൊണ്ട് 2ആയിട്ട് കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കാല് മാറ്റുക. അതിനുശേഷം കാല് നമുക്ക് കട്ട് ചെയ്യുന്ന അറിയാമല്ലോ. ഇതിന് ഞണ്ട് നന്നാക്കാൻ വേണ്ടി ഇവിടെ ഒരു കോണിക്കല്ലൊരു കണ്ടോ, ഒരു ഷേപ്പിൽ കണ്ടോ, ഇതാണ് നമ്മളെ ഞണ്ട് കയറുന്നത്. അപ്പോൾ ഈ ഒരു സൈഡാണ് റൗണ്ട് ഷേപ്പിലായിട്ടുള്ളത്. അപ്പോൾ ആ റൗണ്ട് ഷേപ്പിൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്കായിട്ട് ഒരു കോണിക്കൽ ഷേപ്പിൽ ഒരു ഇതുണ്ടാവും. ഇത് കണ്ടില്ലേ, ഈ ഒരു ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ലാണെങ്കിൽ ഒരു കത്തി കൊണ്ട് ഇതാക്കി കൊടുത്താൽ മതി. ഇതെങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ആ ഒരു തോടോടുക്ക് നമുക്ക് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് അത് വരും. ഇനി ഇതിൽ പിന്നെയും കുറച്ച് വേസ്റ്റ് ഉണ്ടാവും എക്സ്ട്രാ, ഈ സൈഡിലുള്ളത് അതും കൂടി എടുത്ത് മാറ്റണം. രണ്ട് സൈഡിലുള്ളതും കൂടി എടുത്ത് മാറ്റാം. അതേപോലെ തന്നെ ഇതിൻ്റെ മിഡിലുള്ള ഈ ഒരു എക്സ്ട്രാ വേസ്റ്റും കൂടി എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിത് കുറച്ചും കൂടി വലുപ്പമുള്ളതുകൊണ്ട് 2 കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, 2 കഷ്ണമാക്കിയിട്ട് മുറിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് പിന്നെ കഴുകിയെടുക്കണം എന്തായാലും. അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ കാലിൻ്റെ ആ എക്സ്ട്രാ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്.
പിന്നെ അതേപോലെ ഞണ്ട് കൊണ്ടുവന്നിട്ട് കുറേ നേരം നമ്മൾ എടുത്തു വെക്കരുത് കേട്ടോ. ഏകദേശം അപ്പം തന്നെ കറി ഉണ്ടാക്കി എടുക്കുന്നതാണ് നല്ലത്, ഫ്രഷ് ആയിട്ട് തന്നെ, എന്നാലേ അത്ര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ട് ഇറച്ചിയൊന്നും പിന്നെ കിട്ടൂല, കുറച്ച് ചെറിയൊരു ഇറച്ചി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അപ്പം തന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ജീവനുള്ള ഞണ്ടൊക്കെയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അതൊന്ന് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും അതിൻ്റെ ജീവൻ പോയിക്കോളും. എന്നിട്ട് നമുക്ക് പിന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഞാൻ നേരത്തെ കുറച്ച് സമയം ഒരു 3-4 മണിക്കൂറായി ഇത് കൊണ്ടുവന്നിട്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇറച്ചിയൊക്കെ ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ പോവാണ്, അധികം ഇറച്ചി കിട്ടണില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അപ്പം തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇറച്ചിയൊക്കെ ഇങ്ങനെ ചുരുങ്ങി വരും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. മൺചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മൺചട്ടി ശരിക്കും വെള്ളമൊക്കെ ഫുള്ള് പോയിട്ട് അങ്ങനെ നല്ലോണം വറ്റേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ കഴുകി ഊറാൻ വെച്ചുകൊണ്ട് അത്ര വെള്ളം ഇല്ലായിരുന്നു. അല്ലാതെ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചാൽ പൊട്ടിത്തെറിക്കില്ല, നോൺ സ്റ്റിക്കിലൊക്കെ പറ്റുന്ന പോലെ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു 10-12 ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വലിയ ഉള്ളി ആണെങ്കിൽ ഒരു ചെറിയ ഉള്ളി ഒരെണ്ണമൊക്കെ മതിയാവും കേട്ടോ, കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കരുത്. ഉള്ളി കുറച്ച് കൂടുതലുള്ളത് അത്ര ടേസ്റ്റ് അല്ല നമ്മളിതിന്. അപ്പോൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്, കുറച്ച് ഉള്ളി മതി. ഇപ്പോൾ 10-12 ചെറിയ ഉള്ളി, വലിയ ഉള്ളി ആണെങ്കിൽ ഒരു ചെറിയൊരു ഉള്ളി മതി. അപ്പോൾ ഇതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം വഴറ്റാനുള്ളത് മാത്രമല്ല, ഇനിയിപ്പോൾ ലാസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും വലിയ പാത്രം എടുത്തെന്തിനാണുള്ളത്, കാരണം ഇതിൽ വേറൊരു മൺചട്ടിയുള്ള ചെറുതാണ്, അതിൽ ഞണ്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചിലപ്പോൾ അത് മതിയാതെ വരും. അതുകൊണ്ടാണ് വലിയൊരു പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും ഇതിലേക്ക് ഒരു 1.5 വലിയ തക്കാളി, ഒരു 1.5 ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി അത്യാവശ്യമാണ് മീൻകറിക്ക്. അതേപോലെ തന്നെ 3 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വാടി വരട്ടെ. തക്കാളിയും കൂടി തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ കൂടി ഒന്ന് വാടി വരണം. ജസ്റ്റ് അത് വഴന്ന് വരുമ്പോഴത്തേന് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി നിർബന്ധമില്ല, മല്ലിപ്പൊടിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ആഡ് ചെയ്യണ്ട. പക്ഷെ ഇത് കൊഴുപ്പ് കിട്ടാൻ നല്ലതാണ്. അതേപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണ് വലിയ ജീരകം ചൂടാക്കിയിട്ട് പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിങ്ങനെ എങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലാതെ പൊടികൾ തന്നെ നമുക്ക് ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് തീരെ കൊഴുപ്പില്ലാത്ത പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെയ്തിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനത് ഗ്രൈൻഡ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ആ ഗ്രൈൻഡ് ചെയ്ത മിക്സ്ചറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് വേണമെങ്കിൽ ഇതിലേക്ക് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ ഇതിലുള്ള മസാലകളും കൂടി പിന്നെയും കിട്ടും. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ മീൻകറി ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, ഒരു നല്ലൊരു കൊഴുപ്പ് കറിക്ക് വന്ന കണ്ടില്ലേ. ഇതിപ്പോൾ പൊടികൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊഴുപ്പ് കിട്ടണമെന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണിത്. കുറേ ആൾക്കാരൊക്കെ ചെയ്യലുണ്ടാവും, എന്നാലും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ ആവുന്നത് പോലെ ഫിഷ് കറി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് 1-2 മിനിറ്റ് വഴറ്റിയെടുക്കണം, ആ ഒരു പൊടീൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ. അപ്പോൾ ഇതിൻ്റെ പൊടികളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്.
ഈ ഒരു സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ചിലർക്കൊക്കെ ഞണ്ട് കറി കഴിച്ചാൽ വയറുവേദന എടുക്കുമ്പോൾ എനിക്കും അങ്ങനെ ചെറുതായിട്ട് ചില സമയത്ത് വയറുവേദന എടുക്കാറുണ്ട് ഞണ്ട് കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഞണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വയറുവേദന എടുക്കുമെന്ന് പറഞ്ഞാലും ഞാൻ കഴിക്കും. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഒരു 1/4 കപ്പ് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിൻ്റെ പകുതി, അത്രയും നാരങ്ങ വലിപ്പത്തിൻ്റെ അത്രയും വേണ്ട, അതിൽ കുറച്ച് ഒരു പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു ഒരു അരമണിക്കൂർ. ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളം ആഡ് ചെയ്യുന്നതിന് മുന്നേ അത് ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ വെള്ളം കൂടിപ്പോകണ്ടല്ലോ. ഇപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നോക്കുക, അതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ 1/2 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. മീൻ ഇതിനും അത്ര കുറേ അധികം വേവൊന്നുമില്ല, മീനിൻ്റെ അകത്തൊക്കെ തന്നെ കുറച്ച് കൂടുതൽ വേവെന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടു, ഇതിന് കുറച്ച് കൂടി കൊഴുപ്പുള്ള പോലെ തോന്നുന്നില്ലേ വെള്ളത്തിന്? ക്യാമറയിൽ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല, കുറച്ചും കൂടി കൊഴുപ്പുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. ഇല്ല, എല്ലാം കറക്റ്റാണ്, എരിവും ഉപ്പും ഒക്കെ കറക്റ്റാണ്, ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ 15 മിനിറ്റ് ആയപ്പോൾ ഇത് ഓഫാക്കി വെച്ചിരുന്നു കേട്ടോ. ഓഫാക്കിയിട്ട് മൂടി വെച്ചതായിരുന്നു. ഇപ്പോൾ കണ്ടില്ല, നല്ല കറക്റ്റ് തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയത്, ഒരു വരട്ട് പോലെ, അല്ലാതെ കുറേ വെള്ളമൊന്നും ആയിട്ടുള്ളതല്ല. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്